CPM നേതാവിനെ കേരള സർവകലാശാല രജിസ്ട്രാർ ആക്കാനുള്ള നീക്കത്തിന് തടയിട്ട് ഗവർണർ. പ്രൊഫസർ സാം സോളമനെ രജിസ്ട്രാർ ഇൻചാർജായി നിയമിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ മരവിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി VC മോഹനൻ കുന്നുമലിനോട് ഗവർണർ വിശദീകരണം തേടി. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് മറികടന്ന് സെനറ്റിലെ ഇടത് അധ്യാപക പ്രതിനിധിയെ രജിസ്ട്രാർ ആക്കുന്നതിനെതിരെ സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ നൽകിയ പരാതിയിലാണ് ചാൻസലറുടെ നടപടി. ജനം ബ്രേക്കിംഗ്. കേരള സർവകലാശാല രജിസ്ട്രാർ പദവിയിൽ പൂർണ്ണമായും CPM-നോട് വിധേയത്വം പുലർത്തുന്നയാളെ പ്രതിഷ്ഠിക്കാനുള്ള സിൻഡിക്കേറ്റ് നീക്കത്തിനാണ് തിരിച്ചടിയേറ്റത്. സെനറ്റ് അംഗം കൂടിയായ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ സാം സോളമനെ രജിസ്ട്രാർ ആക്കാനുള്ള സിൻഡിക്കേറ്റ് യോഗ തീരുമാനം ചാൻസലർ കൂടിയായ ഗവർണർ മരവിപ്പിച്ചു. അടിയന്തര റിപ്പോർട്ട് നൽകാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശവും നൽകി. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് 24 ചാപ്റ്റർ 2 പ്രകാരം സെനറ്റ് അംഗത്തിനെ രജിസ്ട്രാറായോ രജിസ്ട്രാർ ഇൻചാർജായോ നിയമിക്കാൻ കഴിയില്ലെന്നാണ് വ്യവസ്ഥ. നിലവിൽ യൂണിവേഴ്സിറ്റി സെനറ്റിലെ ഇടത് അധ്യാപക പ്രതിനിധിയായ സാം സോളമനെ ഈ വ്യവസ്ഥ ലംഘിച്ചാണ് രജിസ്ട്രാറാക്കാൻ ശ്രമം നടന്നത്. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ നൽകിയ പരാതിയിലാണ് ഗവർണർ ഇടപെട്ടത്. കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സർവകലാശാലയിലെ ഒരു സെനറ്റ് അംഗത്തിന് രജിസ്ട്രാർ ഇൻചാർജോ ആയി പ്രവർത്തിക്കാൻ കഴിയില്ല. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്ടിനെ കുറിച്ചും സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ അത് വയലേറ്റ് ചെയ്ത് അവർ തന്നെ വൈസ് ചാൻസലറെ നിർബന്ധിച്ച് ഇത്തരം ഒരു തീരുമാനത്തിന് പ്രേരിപ്പിക്കാറുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ചാൻസലറെ ഈ ചട്ടവിരുദ്ധ നിയമനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തത്. എന്തായാലും അതിൽ ബഹുമാനപ്പെട്ട ചാൻസലർ ഉചിതമായ തീരുമാനം എടുത്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രം വിവാദമാക്കിയ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി ഡിജോ കാപ്പനും പിന്നീട് ജോയിന്റ് രജിസ്ട്രാർ R രശ്മിയും രജിസ്ട്രാർ സ്ഥാനത്ത് എത്തിയിരുന്നു. R രശ്മി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ചൊൽപ്പടിക്ക് വഴങ്ങാതെ വന്നതോടെയാണ് സാം സോളമനെ രജിസ്ട്രാർ ആക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. CPM-ന്റെ താല്പര്യത്തിനനുസരിച്ച് രജിസ്ട്രാർ ചുമതല മാറുന്നത് സർവകലാശാല ഭരണത്തെ താറുമാറാക്കുന്നുണ്ട്. സ്ഥിരം രജിസ്ട്രാർ എന്ന ആവശ്യകത കൂടി ഗവർണറുടെ ഇടപെടലോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനം, തിരുവനന്തപുരം.